ഏറ്റവും ഒന്ന് തെണ്ടിപ്പോയി വന്ന സ്ഥിതിക്ക് അവനൊന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു. അവനെ മാത്രമല്ല മൊത്തത്തിന് ഞാൻ കുളിപ്പിക്കാൻ പോകാം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാന്ന്. അയ്യോ സോറി, എൻ്റെ ബാഗല്ല കേട്ടോ, അവരുടെ ബാഗ്. ശങ്കരനെയും വാങ്ങിയ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് വെച്ചോ എന്നല്ലാതെ ഇതിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി പതിയെ വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഈ സംഭവം ഈ ബാഗിൻ്റെ കുന്ത്രാണ്ടാണ് കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. കാര്യമായിട്ട് ഇവർക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് വേറെ ഇളക്കാനുള്ള മരുന്നായിരുന്നു കേട്ടോ. അത് ശങ്കരിക്ക് മാത്രമൊന്നുമല്ല, മേട്ടൂനും കുഞ്ഞൂസിനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിയത് ഓർമ്മയില്ലാതെ വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ വേറെ ഇളക്കാനുള്ള മരുന്ന് വാങ്ങിച്ചിട്ട് അവരുടെ വേറെ ഇളക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യാന്നുള്ള സമാധാനത്തിൽ ഇതങ്ങോട്ട് മാറ്റിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ഷാമ്പു സ്റ്റോക്ക് ഉണ്ടായിരുന്നു, എന്നാലും ഇവർക്കൊരു പുതിയത് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്, ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ കുളിപ്പിക്കാതെ കുളിച്ചൊന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രഷപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്ക് വേറൊരു ഫ്രഷപ്പ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡെയിലി നമ്മളിത് ജസ്റ്റ് അടിച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടോയ്ലറ്റ് ട്രെയിനിൻ്റെ ഈ ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടായിരുന്നു. ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇവർക്ക് വേണ്ടിയുള്ളൊരു പാഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നിട്ടാണ് വിചാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്കൊരു ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രോമം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ആ ബെഡ് ഇപ്പോൾ ഞാൻ അധികം കൊടുക്കാറില്ല, കാരണം കടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കോമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ മറ്റേ രീതിയിൽ യൂസ് ചെയ്ത സെയിം കോമ്പൊക്കെ തന്നെയാണ്. അവർക്ക് എത്രത്തോളം കംഫർട്ടാണെന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. ആക്സസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. എന്നാലും പഴയതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ഈ ഒരു കോമ്പ് ഞാൻ മേട്ടൂന് വാങ്ങിച്ചിട്ടുള്ളതാണ്. മേട്ടൂൻ്റെ മുടിയൊക്കെ ചീകുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ, അവനും ചീകി കൊടുക്കുന്നത് നമുക്കും. അതുപോലെ തന്നെ ചെള്ള് കളയാൻ വേണ്ടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ. ഒരു കമ്പി പോലത്തെ ഒരു സംഭവമാണ് ഇത്. നമ്മളെ ശങ്കറിന് വേണ്ടി വാങ്ങിച്ചതാട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ഇതിനു മുന്നേ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ആർക്കാ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും അതിനെപ്പറ്റി ആളെ നമ്മളെ കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ പാക്ക് ചെയ്ത് ഈ ബാഗിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഈ ബാഗിനെ പറ്റിയിട്ട് പറയാം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യമായിട്ട് പൂച്ചയ്ക്കും ചെറിയ ഡോഗിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് സമയം വരെ ശങ്കരനും ഒക്കെ ആയിരിക്കും കേട്ടോ. എന്നാലും ഈ ബാഗിനോടുള്ള ഇഷ്ടം കണ്ടപ്പോഴാണ് ഈ ഒരു ബാഗ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വേസ്റ്റ് ആവില്ല, അവരുടെ സാധനങ്ങളൊക്കെ ഇതിലിടാം, എങ്ങടയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.